ഭാരതത്തിൽ കോസലം എന്ന രാജ്യത്തെ രാജാവായ ദശരഥൻ സൂര്യവംശ രാജാക്കന്മാരിൽ മുൻപിലായിരുന്നു. കോസല രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു അയോധ്യ. മറ്റു രാജാക്കന്മാരെ ജയിച്ച് ചക്രവർത്തി പദവും അദ്ദേഹം കരസ്ഥമാക്കിയിരുന്നു. സുമേന്ദർ എന്ന മന്ത്രിയായിരുന്നു രാജ്യഭരണത്തിൽ അദ്ദേഹത്തെ സഹായിച്ചിരുന്നത്. കൗസല്യ, കൈകൈ, സുമിത്ര എന്നീ 3 രാജ്ഞിമാർ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ദശരഥന് കൗസല്യയിൽ ശാന്ത എന്ന ഒരു പുത്രിയും ഉണ്ടായിരുന്നു. ലോമപാദന് ശാന്തയെ ദത്തുപുത്രിയായി നൽകി. അംഗരാജ്യത്തിൽ മഴ പെയ്യിച്ച ഋഷിശൃംഗന് ശാന്തയെ വിവാഹം ചെയ്തു കൊടുത്തു. പുത്രനുണ്ടാകാൻ കേകയ രാജാവിൻ്റെ പുത്രിയും യുദ്ധാജിത്തിൻ്റെ അനുജത്തിയുമായ കൈകേയിയെ 2ാം പത്നിയായി സ്വീകരിച്ചു. അതിലും പുത്രഭാഗ്യം ലഭിക്കാത്തതിനാൽ സുമിത്രയെയും പരിണയിച്ചു. മറ്റെല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും ഇവരിൽ നിന്നും ഒരു പുത്രസന്താനത്തെ ലഭിക്കാത്തതിൽ അദ്ദേഹം ദുഃഖിതനായിരുന്നു. പലതരത്തിലുള്ള ദാനധർമ്മങ്ങൾ ചെയ്തിട്ടും പുണ്യക്ഷേത്രങ്ങളും തീർത്ഥസങ്കേതങ്ങളും സന്ദർശിച്ചിട്ടും അദ്ദേഹത്തിന് ആഗ്രഹസിദ്ധി ഉണ്ടായില്ല. രാജകുടുംബാംഗങ്ങളും പ്രജകളും അദ്ദേഹത്തെപ്പോലെ ദുഃഖിതരായി. ദശരഥന് വാർദ്ധക്യകാലവും അടുത്തു. കുലഗുരുവായ വസ്തുനിഷ്ഠ മഹർഷിയോട് തൻ്റെ സങ്കടാവസ്ഥയെക്കുറിച്ച് ദശരഥൻ സവിസ്താരം പറഞ്ഞു. പുത്രഭാഗ്യമില്ലാതെ തൻ്റെ ജീവിതം അവസാനിച്ചാൽ സൂര്യവംശത്തിൻ്റെ ഭാവി ദയനീയമായിരിക്കുമെന്നുകൂടി ദശരഥൻ ഉണർത്തിച്ചു. ജ്ഞാനിയായ വസിഷ്ഠന് ദശരഥനോട് പുത്രകാമേഷ്ടി എന്ന ഒരു മഹായാഗം നടത്തുവാൻ ഉപദേശിച്ചു. വസിഷ്ഠ നിർദ്ദേശം സ്വീകരിച്ച ദശരഥൻ അത്യധികം സന്തോഷിക്കുകയും ഋഷ്യശൃംഗ മഹർഷിയെ വരുത്തി അയോധ്യ നഗരിയുടെ സമീപത്തുള്ള സരയൂ നദീതീരത്ത് വെച്ച് ആ മഹായാഗം തുടങ്ങുകയും ചെയ്തു. യാഗത്തിൽ പുത്രി ശാന്തയും ഉണ്ടായിരുന്നു. യാഗകുണ്ഡത്തിൽ നിന്ന് ഒരു ദിവ്യപുരുഷൻ വന്നു. വെള്ളിമൂടി കൊണ്ടടച്ച ഒരു തങ്കപാത്രത്തിൽ ദിവ്യമായ പായസം ദശരഥന് നൽകിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു: ഞാൻ ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരം വന്നതാണ്. ദേവനിർമ്മിതമായ ഈ പായസം സന്താനലാപ്തി നൽകും. ഇത് ഭാര്യമാർക്ക് ഭക്ഷിക്കുവാൻ കൊടുത്താലും അങ്ങേക്ക് മക്കളുണ്ടാകും. യാഗാനന്തരം ദശരഥൻ ആ പായസം കൗസല്യയ്ക്കും കൈകേയിക്കും സുമിത്രയ്ക്കും സന്തോഷത്തോടെ പങ്കിട്ടു കൊടുത്തു. രാജ്ഞിമാർ 3 പേരും ഒരുപോലെ ഗർഭം ധരിച്ചു. ഈ മംഗളവാർത്ത അറിഞ്ഞവർ ദശരഥനും രാജ്യത്തിലെ ജനങ്ങളും ആനന്ദഭരിതരായി. 10 മാസവും അയോധ്യ നിവാസികൾക്ക് ഉത്സവമായിരുന്നു. മഹാരാജാവ് പായസം പങ്കുവെച്ചപ്പോൾ കൗസല്യയ്ക്കും കൈകേയിക്കും തുല്യമായി കൊടുത്തുപോയെന്നും പിന്നീട് സുമിത്രയ്ക്ക് കൈകേയിയും കൗസല്യയും താങ്കൾക്ക് കിട്ടിയതിൽ പകുതി വീതം നൽകുകയും അങ്ങനെ സുമിത്രയ്ക്ക് 2 പങ്കു ലഭിച്ചതായും പറയുന്നുണ്ട്.